അങ്ങനെ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. 9 വനിതകളടക്കം 55 പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. എംപിമാർക്ക് മത്സരിക്കേണ്ട എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം, അതിൽ മാറ്റം വന്നിട്ടില്ല. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനും ചിറയൻകീഴിൽ രമ്യ ഹരിദാസും മത്സരിക്കും. പാലക്കാട് രമേശ് പിഷാരടിയും മലമ്പുഴയിൽ എ സുരേഷുമാണ് സ്ഥാനാർത്ഥികൾ. വൈക്കത്ത് സണ്ണിയം കബിക്കാടിന് സീറ്റില്ല. കെ ബിനിമോനാണ് സ്ഥാനാർത്ഥി. നാട്ടികയിൽ സുനിൽ ലാലൂർ മത്സരിക്കും. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അബ്ദുൾ റഷീദാണ് മത്സരിക്കുന്നത്. നാദാപുരത്ത് കെ എം അഭിജിത്തും കൊടുങ്ങല്ലൂരിൽ ഒ ജെ ജനീഷും മത്സരിക്കും. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം നാളെ ചേരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, കോന്നി, കണ്ണൂർ പോലുള്ള തർക്ക മണ്ഡലങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണെന്ന് വന്നിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ച നാളെ തുടങ്ങുന്നു. ഏതൊക്കെ മണ്ഡലത്തിൽ ആരൊക്കെയാണ്? ദിവസങ്ങൾ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കും ഇനിയും അവസാനിക്കാത്ത തർക്കങ്ങൾക്കും ഇടയിലാണ് കോൺഗ്രസിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. 55 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 19 പേർ സിറ്റിംഗ് MLA-മാരാണ്. ഈ പട്ടികയിൽ 9 പേർ വനിതകളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദില്ലെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന പൊതുതത്വം ഏതാണ്ട് ഈ പട്ടികയിൽ ദൃശ്യമാണ് എങ്കിൽ പോലും ഏറ്റവും തർക്കങ്ങൾ ഉയർന്നിരുന്ന, കോൺഗ്രസിന് വെല്ലുവിളി ഉയരാൻ സാധ്യതയുള്ള തർക്കമണ്ഡലങ്ങൾ, അതായത് കെ സുധാകരൻ അവകാശവാദം ഉന്നയിച്ച കണ്ണൂരും ഒപ്പം തന്നെ അടൂർ പ്രകാശ് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച കോന്നിയിലും സ്ഥാനാർത്ഥികളെ ഈ ഒരു ഘട്ടത്തിലും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ ഒരു പട്ടികയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഷാഫി പറമ്പിലിന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്ന പാലക്കാട് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ആദ്യ പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ MK രാഘവൻ മത്സരിക്കാൻ താല്പര്യമറിയിച്ച എലത്തൂരിൽ വിദ്യാബാലകൃഷ്ണനാണ് സ്ഥാനാർത്ഥി. പട്ടികയനുസരിച്ച് ഈ പട്ടികയിലെ വിസ്മയം എന്നുള്ളത് മലമ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന A സുരേഷ് സ്ഥാനാർത്ഥിയായി ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. അതേസമയം സണ്ണി M കബിക്കാട് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വൈക്കത്ത് കെ ബിനിമോനാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് രമേശ് പിഷാരടി, നാട്ടികയിൽ സുനിൽ ലാലൂർ സ്ഥാനാർത്ഥിയാണ്. അതേസമയം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധമുയർന്നിരുന്ന ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് തന്നെ സ്ഥാനാർത്ഥിയായി എന്നുള്ളതും ഈ ഒരു ഒന്നാം ഘട്ട പട്ടികയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമാണ്. കൊല്ലത്ത് ചടയമംഗലം ഒഴികെയുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പത്തനംതിട്ടയിലെ 3 സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇടുക്കി ജില്ലയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ ഒന്നാം ഘട്ട പട്ടികയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് തന്നെയാണ്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഇപ്പോഴും കെ സുധാകരൻ ഒപ്പം തന്നെ അടൂർ പ്രകാശ് എന്നിവരുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ ഈ യോഗം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇന്ദിരാഭവനിലേക്ക് അടൂർ പ്രകാശും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പുറത്തിറക്കാനുള്ള ചർച്ചകൾ അത് ആരംഭിച്ചിരിക്കുകയാണ്. നാളെയും ഈ ചർച്ചകൾ തുടരുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.